ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കിച്ചൺ ക്ലീനിങ്ങും കിച്ചൺ ഓർഗനൈസിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ കുറച്ച് കിച്ചൺ ഓർഗനൈസ് ആക്കുന്ന തിങ്സ് എല്ലാം ഞാൻ മീഷോന്ന് ഓർഡർ ആക്കിയിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് അങ്ങനെ ഞാൻ മീഷോന്ന് തന്നെ ഓർഡർ ആക്കിയത്. ഇത് നൈറ്റ് എൻ്റെ ഹസ്ബൻഡ് ഫുള്ള് ഫിറ്റാക്കി തന്നിട്ടുണ്ട്. അതിന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചുമരിലടിച്ചിട്ട് എൻ്റെ കണ്ടെയ്നറിനെല്ലാം നീറ്റായിട്ട് അതിൽ ജോഡിച്ച് വെച്ച്. കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ വൈറ്റ് കളർ മാർബിൾ ഫുള്ള് ഒട്ടിച്ച് വെച്ച്. അത് ഒട്ടിച്ചിട്ടായിട്ട് പിന്നെ ഞാൻ ഈ ബോട്ടിൽ വെക്കുന്ന റാക്ക്, അത് സ്റ്റാൻഡ് നൈറ്റ് തന്നെ ഹസ്ബൻഡെല്ലാം ഫിറ്റാക്കി തന്നിട്ടുണ്ട്. അതിന് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചുമരിലൊക്കെ ആണി അടിച്ചിട്ട് അങ്ങനെ ഫിറ്റാക്കിയിട്ട് ബോട്ടിലെല്ലാം നീറ്റായിട്ട് ജോഡിച്ച് വെച്ച്. ഈ റാക്കൊക്കെ ഞാൻ 492 രൂപ കൊടുത്ത്. പിന്നെ ആ കൗണ്ടർ ടോപ്പൊക്കെ ഒട്ടിക്കുന്ന മാർബിൾക്ക് 396 രൂപ കൊടുത്ത്. അങ്ങനെ സ്റ്റാൻഡിൽ കണ്ടെയ്നറെല്ലാം നല്ല നീറ്റായിട്ട് ജോഡിച്ച് വെച്ച്. ഇനി ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പോട്ടെല്ലാം ഞാൻ അതിൻ്റെ മേലെ ഇങ്ങനെ ജസ്റ്റ് വെച്ച്. ഇപ്പം നല്ല നീറ്റായിട്ടുണ്ട്. കൗണ്ടർ ടോപ്പൊക്കെ ഒട്ടിക്കുന്ന മാർബിൾ ഞാൻ ഫസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് അത് ഫുള്ള് ഒട്ടിച്ച്, മാത്രം അത് ഒട്ടിച്ചത് കറക്റ്റായിട്ടുണ്ടായിട്ടില്ല. പിന്നെ അതിനെല്ലാം എടുത്ത് കീറി ചാടിയിട്ട് പിന്നെ രണ്ടാമതും ഞാൻ മീഷോന്ന് അത് മേടിച്ചിട്ട് പിന്നെ രണ്ടാമത് ഒട്ടിച്ചത്. പിന്നെ ഈ റാക്ക് ഇതും ഞാൻ മീഷോന്ന് തന്നെ മേടിച്ചത്. കോർണറിൽ വെക്കുന്ന റാക്കൊക്കെ 192, പിന്നെ ആ ട്രേക്ക് 272 കൊടുത്ത്. ട്രേ നല്ല പാങ്ങുണ്ട്, അതിൻ്റെ ക്വാളിറ്റിയെല്ലാം നല്ല ഉണ്ട്. അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഫ്ലവറെല്ലായിട്ട് നല്ല ഉണ്ട്. പിന്നെ ഈ സ്പൂണും നൈഫോ വെക്കുന്നതിന് 238, പിന്നെ കത്തി ഷാർപ്പാക്കുന്ന ഇതുണ്ടല്ലോ എനിക്ക് 137 കൊടുത്ത്. പിന്നെ ഈ സെറാമിക്കിൻ്റെ കണ്ടെയ്നർക്ക് 347 രൂപ കൊടുത്ത്. ഇതിൽ ഒന്നൊരു കല്ലുപ്പ്, ഒന്നുമില്ല പൊടിയുപ്പ് ഇടാൻ നല്ല ഉണ്ട്. അങ്ങനെ കൊണ്ട് ഇത് 2 മേടിച്ച് ഞാൻ. ഇത് 3 സെറ്റും ഉണ്ട്. ഞാൻ 2 മതി പറഞ്ഞ് 2 സെറ്റ് എടുത്തത്. ഇതിൽ പിക്കലെല്ലാം ഉണ്ടെങ്കിൽ അതും ഇട്ട് വെക്കാം. കോർണറിലുള്ള റാക്കിൽ പഞ്ചാര, ചായപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഓയിൽ ഇതെല്ലാം ഞാൻ ആ റാക്കിൽ വെച്ച്. കിച്ചണിലുള്ള പാത്രമെല്ലാം കയറ്റി ഞാൻ പുറത്ത് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായി. അങ്ങനെ പാത്രമെല്ലാം പുറത്ത് തന്നെ ഉണ്ട്. ഞാൻ പാത്ര സ്റ്റാൻഡ് മാത്രം കയറ്റി അവിടെ ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായി. അതിനെടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഫിറ്റാക്കി. പിന്നെ ഞാൻ പാത്രങ്ങളെല്ലാം ജോഡിച്ച് വെച്ചത്. ഞാൻ പിന്നെ ഫുള്ള് വീഡിയോ എടുത്തിട്ടൊന്നുമില്ല, വീഡിയോ ഫുള്ള് ലെങ്ത്താണെന്ന് പറഞ്ഞിട്ട്. കിച്ചണെല്ലാം ഫുള്ള് ക്ലീൻ ആക്കിയിട്ടാകുമ്പോൾ 2 ദിവസമായി എനിക്ക് പാത്രം കയറ്റും പിന്നെ കിച്ചൻ്റെ സാധനമെല്ലാം എടുത്ത് കയറ്റി അതിനെല്ലാം ക്ലീൻ ആക്കിയിട്ടാകുമ്പോൾക്ക്. അങ്ങനെ എല്ലാം നീറ്റായിട്ട് ജോഡിച്ചിട്ടായി പിന്നെയുള്ള വീഡിയോ ഇത്. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ചെയർ വെച്ചിന്, അതിൻ്റെ ടച്ചിൽ ഫ്രിഡ്ജ് വെച്ചിന്. ഫ്രിഡ്ജിൻ്റെ സൈഡിൽ ഞാൻ അപ്രോനും പിന്നെ ഒരു കിച്ചൺ ടവലും ഒരു പറ്റിക്കുന്ന സ്ക്രൂ പോലത്തെ എല്ലാം കിട്ടുന്ന ആണി പോലത്തേതെല്ലാം അത് പറ്റിച്ചിട്ട്, ഇത് ജസ്റ്റ് ചുമരിലെല്ലാം ആണി അടിക്കണമെന്നേ ഇല്ല, അതിന് ഇങ്ങനെ പറ്റിച്ചാൽ മതി. പിന്നെ ഞാനവിടെ ചുമരിൽ കയ്യിൽ തൂക്കിനല്ല അതും അങ്ങനെ പറ്റിച്ചിട്ട് ഇതാക്കിന്, ഞാൻ ആണിയൊന്നും അടിച്ചിട്ടില്ല. പിന്നെ ഞാൻ ഈ കണ്ടെയ്നർ വെക്കുന്ന സ്റ്റാൻഡിക്ക് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ലൈറ്റിങ്സ് എല്ലാം ഇങ്ങനെ സെറ്റാക്കിന്. ഈ ഡബിൾ ടേപ്പ് ഗമ്മ് പറ്റിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിന്. അപ്പോൾ ഈ മോന്തിക്കല ലൈറ്റ് ഇട്ടപ്പോൾ നല്ല പങ്കാണത്. പിന്നെ അതിൻ്റെ മേലെ ഞാനൊരു ഫോട്ടോ വെച്ചിന്. അത് ഞങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ട് ഐ ആം ഈറ്റിംഗ് ഇൻ ദ നെയിം ഓഫ് അള്ളാഹ് ആൻഡ് വിത്ത് ദ ബ്ലെസ്സിങ് ഓഫ് അള്ളാഹ് എന്നുണ്ട്. പിന്നെ അതിൻ്റെ ടച്ചിൽ മറ്റൊരു സ്റ്റിക്കർ അങ്ങനെ ഒട്ടിച്ചിന്, കിച്ചൺ റൂൾസ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഒന്ന് ഇഫ് യു എംപ്റ്റി ഇറ്റ് ഫിൽ ഇട്ട്, ഇഫ് യു ഡേർട്ടി ഇറ്റ് ക്ലീൻ ഇട്ട്, ഇഫ് യു ഓപ്പൺ ഇറ്റ് ക്ലോസ് ഇട്ട്, ഇഫ് യു കുക്ക് ഇട്ട് ഷെയർ ഇട്ടെന്ന് എഴുതിയിട്ടുള്ളത്. പിന്നെ ഈ ജനലിലെല്ലാം ഞാൻ ഇങ്ങനത്തെ ലീവ്സ് സെറ്റാക്കിന്. പിന്നെ അതൊക്കെ ഇങ്ങനെ ചെറിയൊരു ലൈറ്റിങ്സിന് അങ്ങനെ, അത് ബാറ്ററിൻ്റെത്, അതിങ്ങനെ ബാണെങ്കിൽ മാത്രം ഇങ്ങനെ ഓണാക്കിക്കോളാം. അങ്ങനെ ഞാൻ കിച്ചണെല്ലാം നല്ല നീറ്റായിട്ട് ജോഡിച്ച് വെച്ച്. എനിക്കത് ഇത് ഭയങ്കര ഇഷ്ടമായി, കാണാനും നല്ല ലുക്കുണ്ടത്. ആ കയ്യിലെല്ലാം അങ്ങനെ തൂക്കിയിട്ടാകുമ്പോൾ നല്ല പാങ്ങ് കാണുന്നുണ്ടത്. പിന്നെ ഈ സൈഡ് നോക്കാനേ നല്ലൊരു ഇതാണ്, കിച്ചൺ തന്നെ നല്ല ക്ലീനായിന്. പിന്നെ ഫുള്ള് വൈറ്റ് ഇതാക്കിയ കൊണ്ട് നല്ല പാങ്ങ് കാണുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പാത്രമൊക്കെ ഒന്ന് സിങ്കിൻ്റെ അടുത്ത് ആ സോപ്പ് വെക്കുന്ന റാക്കും ഞാൻ അത് മീഷോന്ന് തന്നെ മേടിച്ചത്. പിന്നെ ഈ പാത്ര സ്റ്റാൻഡെല്ലാം പാത്രമെല്ലാം എടുത്ത് വെച്ച്. പിന്നെ ഇവിടെ മിക്സി വെച്ചിന്. പിന്നെ പാത്ര സ്റ്റാൻഡിൻ്റെ മേലെ ഉള്ള വലിയ വലിയ പാത്രങ്ങളും, പിന്നെ ഞാൻ ജാസ്തി എടുക്കാത്ത അങ്ങനത്തെ പാത്രങ്ങൾ, ഇഡ്ഡലി ചെമ്പ്, പുട്ടുകുറ്റി അങ്ങനത്തതെല്ലാം
മേലത്തെ തട്ടിൽ വെച്ചിന്. പിന്നെ ഇതിവിടെ മിക്സി വെച്ചിന്. പിന്നെ ഈ സൈഡ് മേലത്തെ തട്ടിൽ കുക്കർ, അതിൻ്റെ തട്ടിൽ സ്റ്റീൽ ഇതിൽ കുറച്ച് അങ്ങനത്തെ ഗ്രോസറി ഐറ്റം, പിന്നെ ഞങ്ങൾ ഗ്രൈൻഡറും ഓവന്, പിന്നെ റൈസ് കുക്കർ, ഫ്ലാസ്കെല്ലാം അവിടെ വെച്ചിന്. പിന്നെ താഴത്തെ ഇതിൽ ഇങ്ങനത്തെ പാനുകൾ അങ്ങനത്തെ ഇതെല്ലാം ഇതാക്കി വെച്ചിന്. ആ മൂലയിൽ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനം അങ്ങനത്തേത് ബക്കറ്റുകൾ എല്ലാം നീട്ടായിട്ട് ഞാൻ ജോഡിച്ച് വന്ന്. പിന്നെ ഈ മാറ്റും അത്ര ഇതും ഞാൻ മീഷോന്ന് തന്നെ വാങ്ങിയത്, നല്ല ഉണ്ടത്. അങ്ങനെ കിച്ചണെല്ലാം നല്ല നീട്ടായിട്ട് ഈ മാറ്റ് നല്ല ഉണ്ടത്, കാണാൻ നല്ല സ്മൂത്തും ഉണ്ടത്. അങ്ങനെ കിച്ചണെല്ലാം നല്ല നീട്ടായിട്ട് ഞാൻ ജോഡിച്ചിന്. ഇപ്പോൾ കിച്ചണിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ നല്ലൊരു കുസിയാണ് ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.